ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ടീം ഇന്ത്യയുടെ അടുത്ത ദൗത്യം യുഎഇയിലാണ്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പ് T20 ടൂർണമെൻറ്റിലാണ് ഇനി ഇന്ത്യ പങ്കെടുക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ഇന്ത്യ കിരീടം കാത്തുസൂക്ഷിക്കാൻ ഉറച്ചാവും ഇറങ്ങുക. അടുത്ത മാസം 9 മുതലാണ് ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത്. ഈ മാസം അവസാനമാവും അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുക. പരിക്കിൽ നിന്നും മുക്തനായി വരുന്ന 360 ബാറ്ററായ സൂര്യകുമാർ യാദവ് തന്നെ ടൂർണമെൻറ്റിൽ ഇന്ത്യയെ നയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്ത്യൻ സ്ക്വാഡിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യ കപ്പ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവ സൂപ്പർ താരം ശുഭ്മൻ ഗിൽ ഇന്ത്യൻ T20 ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നതാണ്. കുറച്ചു കാലമായി T20 പ്ലാനുകളുടെ ഭാഗമായിരുന്നില്ല അദ്ദേഹം. എന്നാൽ ഭാവി ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായാണ് ഗില്ലിനെ BCCI കാണുന്നത്. ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പര 2-2 അവസാനിപ്പിച്ചതോടെ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലും BCCI സംതൃപ്തരാണ്. വൈകാതെ വൈറ്റ് ബോൾ ടീമുകളുടെയും ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കാനാണ് BCCIയുടെ പ്ലാൻ. ഇതിൻ്റെ ഭാഗമായി ഏഷ്യ കപ്പ് ടീമിലേക്ക് തിരികെ വിളിക്കുന്നതിനൊപ്പം വൈസ് ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് നൽകിയേക്കും. ഇതിനകം ഒരു T20 പരമ്പരയിൽ ഗിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സിംബാബ്വേയുമായുള്ള പരമ്പരയിലായിരുന്നു ഇത്. ദീർഘകാലം ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിരുന്ന ഋഷഭ് പന്തിന് ടീമിൽ സ്ഥാനമുണ്ടാവാൻ സാധ്യതയില്ല. ഇംഗ്ലണ്ടിനെതിരെ സംഭവിച്ച ടെസ്റ്റ് പരമ്പരയ്ക്കിടെ ഋഷഭിൻ്റെ കാൽപാദത്തിന് സാരമായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനം മലയാളി താരം സഞ്ജു സാംസണ് ലഭിക്കാനിടയുണ്ട്. അതേസമയം സഞ്ജു സാംസൺ ഏഷ്യ കപ്പിൽ കീപ്പർ സ്ഥാനത്ത് എത്തിയാലും കഴിഞ്ഞ പരമ്പരകളിലെ പോലെ ഓപ്പണറായി കളിക്കാൻ സഞ്ജുവിന് സാധിക്കില്ല. കാരണം യശസ്വി ജയ്സ്വാളും ഗില്ലും ചേർന്നായിരിക്കും ടീമിനായി ഏഷ്യ കപ്പിൽ ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 3-ാം നമ്പറിലോ അല്ലെങ്കിൽ 5-ാമനായോ സഞ്ജുവിന് ബാറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിൽ നിന്നും മാറുമ്പോൾ തൻ്റെ ബാറ്റിങ്ങിൽ ചില മാറ്റങ്ങളും അദ്ദേഹം കൊണ്ടുവരേണ്ടി വരും. ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലുമെല്ലാം ഒരുപോലെ കസറുന്ന ശ്രേയസ് അയ്യർക്ക് ഏഷ്യ കപ്പിൽ ഇടമുണ്ടാവുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നു. അദ്ദേഹം വേണമോ വേണ്ടയോ എന്ന് സെലക്ടർമാരെ കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ ശ്രേയസിനെ ടീമിലെടുക്കണമെങ്കിൽ യുവതാരവും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയെ ഒഴിവാക്കേണ്ടി വരും. എന്നാൽ സമീപകാലത്ത് ഇന്ത്യക്ക് വേണ്ടി T20യിൽ കളിച്ചപ്പോഴെല്ലാം തകർപ്പൻ പ്രകടനമാണ് തിലക് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് പുറത്താക്കുക എളുപ്പമല്ല. കൂടാതെ ഓഫ് സ്പിന്നർ എന്ന നിലയിലും തിലക് ടീമിന് മുതൽക്കൂട്ടാണ്.